നമസ്കാരം. എല്ലാവർക്കും അനിതാസ് ലോയൽ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറിയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായവും അറിയിക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിനായി ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ 4 സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇടുകയാണ്. 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഗാർലിക് ഇഞ്ചി പേസ്റ്റ്. ഇത്രയും നമ്മളിട്ടൊന്ന് ചുമക്കയൊന്ന് വറക്കണം. ഇനി നമ്മൾ തീ കുറച്ച് വെച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 3/4 ടേബിൾ സ്പൂൺ ചുവന്ന മുളക്, 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാല. ഇത്രയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്ക് റെഡിയാക്കുക. ഇനിയും ഈ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് പൊടിയുടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ഇതിലേക്കിടാം. അതിൻ്റെ കൂടെ തന്നെ ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ ചിക്കന് നമ്മൾ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഈ അരപ്പും ഈ ചിക്കനും എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇച്ചിരി നല്ല തീയിലൊന്നിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 10 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി 10 മിനിറ്റ് കൂടി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇതിനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പം നന്നായിട്ടെല്ലാം വെന്തെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇതും കൂടി ഇടാം. ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് നല്ല ടേസ്റ്റിയായിട്ട് നല്ല മണമൊക്കെ ഉള്ള നല്ലൊരു ചിക്കൻ കറിയാണ്. കൂടാതെ എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ളവർക്കായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ കൂടെ നമ്മുടെ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ഇച്ചിരി ചുമന്നുള്ളിയൊക്കെ ഇട്ടൊന്ന് കടു വറക്കാമെങ്കിൽ കുറേ കൂടെ ടേസ്റ്റ് ആവും. അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റുള്ള നല്ല മണമൊക്കെയുള്ള നല്ലൊരു കറിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എല്ലാവരും ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബിൽ ദയവായി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് മുടങ്ങാതെ വന്നു ചേരും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.